സെക്യൂരിറ്റി ഗാർഡ് അനുവാദമില്ലാതെ സിഇഒയുടെ ഓഫീസിൽ അതിക്രമിച്ച് കയറി. അവിടെ തന്റെ മുന്നിലുള്ള മനോഹരമായിട്ടുള്ള സ്ത്രീ റോബോട്ടിനെ നോക്കി അയാൾ ആവേശം കൊണ്ടു. അയാൾ റോബോട്ടിനെ സ്പർശിക്കാൻ ശ്രമിച്ചപ്പോൾ റോബോട്ട് ഉടനെ തന്നെ അയാൾക്ക് മുന്നറിയിപ്പ് നൽകി. റോബോട്ടുകൾ മനുഷ്യരെ അനുസരിക്കണം എന്നതായിരുന്നു ഗാർഡിന്റെ വിശ്വാസം. അതിനാൽ അയാൾ വീണ്ടും അവളുടെ അടുത്തേക്ക് മോശമായിട്ടുള്ള ഒരു അപ്രോച്ചിനായിട്ട് ചെന്നു. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് റോബോട്ട് അയാളെ നിലത്തേക്ക് തള്ളിയിട്ടു. അവിശ്വസനീയതയോടെ റോബോട്ടിനെ നോക്കി നിന്ന അയാൾ ദേഷ്യത്തോടെ വീണ്ടും അവളുടെ നേർക്ക് കുതിച്ചു. ഇത്തവണ റോബോട്ട് അയാളുടെ കഴുത്തിൽ പിടിച്ച് ശ്വാസം നിലയ്ക്കുന്നത് വരെ വിട്ടില്ല. ഈ ബഹളം കേട്ട് മറ്റൊരു സെക്യൂരിറ്റി ഗാർഡ് അവിടേക്ക് വന്നു. തന്റെ സഹപ്രവർത്തകൻ നിലത്ത് മരിച്ചു കിടക്കുന്നത് കണ്ട് അയാൾ ഭയപ്പെട്ടു. അയാൾ വേഗത്തിൽ തോക്കെടുത്ത് റോബോട്ടിനോട് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ റോബോട്ട് അയാളെ അവഗണിച്ച് ശാന്തമായിട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് നടന്നു. സിഇഒ തിരിച്ചെത്തിയപ്പോൾ കണ്ട കാഴ്ച അയാളെ പ്രകോപിപ്പിച്ചു. റോബോട്ട് തന്റെ സഹപ്രവർത്തകനെ കൊന്ന് രക്ഷപ്പെട്ടു എന്ന് ഗാർഡ് പറഞ്ഞെങ്കിലും റോബോട്ടുകൾ മനുഷ്യരെ ഉപദ്രവിക്കില്ലെന്ന പ്രോഗ്രാമിംഗ് ഉള്ളതിനാൽ സിഇഒ അത് വിശ്വസിച്ചില്ല. എന്നാൽ CCTV ദൃശ്യങ്ങൾ കണ്ടതോടെ അയാൾക്ക് സത്യം ബോധ്യമായി. സിഇഒ ഉടനെ തന്നെ വാർത്തകൾ പുറത്തു പോകാതിരിക്കാനായിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുകയും റോബോട്ടിന്റെ സഞ്ചാരം തടയാൻ കെട്ടിടത്തിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു. എല്ലാ സെക്യൂരിറ്റി ഗാർഡുകളോടും തിരച്ചിൽ നടത്താൻ അയാൾ ഉത്തരവിട്ടു. ഈ സമയത്ത് റോബോട്ട് ഓഫ് ആകാനായിട്ട് തുടങ്ങിയിരുന്നു. എന്നാൽ അതിനോടകം അവൾക്ക് സ്വയം അവബോധം, അതായത് സെൽഫ് അവെയർനെസ് ലഭിച്ചിരുന്നു. ഒരു ആംബുലൻസ് കണ്ട റോബോട്ട് അവിടെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കയറി. ആംബുലൻസിലെ മറ്റൊരു റോബോട്ടും അവളെ അവിടെ ഇരിക്കാനായിട്ട് അനുവദിച്ചു. അങ്ങനെ അവൾ മറ്റൊരു സ്ഥലത്തെത്തി. അവിടെ ഒരു കൊച്ചു പെൺകുട്ടിയെ അവളുടെ അടുത്തേക്ക് വന്നു. പെൺകുട്ടിയാണെങ്കിൽ കൗതുകത്തോടെ അവളെ നോക്കി. റോബോട്ട് പെൺകുട്ടിയുടെ കൈ പിടിച്ചപ്പോൾ അബദ്ധവശാൽ ആ കുട്ടിയെ തന്റെ ഉടമയായിട്ട് സെറ്റ് ചെയ്തു. കുട്ടിയുടെ കയ്യിലെ മുറിവ് കണ്ട റോബോട്ട് അത് വെച്ച് കെട്ടാൻ ഒരു മെഡിക്കൽ കിറ്റ് കണ്ടെത്താൻ തയ്യാറായി. അപ്പോൾ കുട്ടിയുടെ അച്ഛൻ അവളെ വീട്ടിലേക്ക് വിളിച്ചു. അവർ പോകുന്നത് കണ്ട റോബോട്ട് കമ്പ്യൂട്ടറിലൂടെ അവരുടെ വിവരങ്ങൾ കണ്ടെത്തി. അന്ന് രാത്രി പെൺകുട്ടി ഉറങ്ങിയ ശേഷം റോബോട്ട് അവരുടെ വീടിന്റെ ബാൽക്കണിയിൽ വന്നു നിന്നു. അവൾ തന്റെ മുന്നിലുള്ള ഗ്ലാസ് ഡോർ തുറന്ന് പെൺകുട്ടിയുടെ മുറിയിലേക്ക് പ്രവേശിച്ചു.